ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, വലിയൊരു കൊള്ള പ്ലാൻ ചെയ്ത് വർഷങ്ങളുടെ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് തീർത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ചെയ്ത് തീർത്തു എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല, ഇനിയും പ്ലാനുകൾ ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. എന്തായാലും അത്രയും വലിയ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഉറപ്പായും ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം പൈസ ചിലവാക്കി പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയോടൊപ്പം പോലും ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, അങ്ങനെ പല നേതാക്കളുടെയും കൂടി ഫോട്ടോ എടുക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിരിക്കാം. എന്നിട്ട് ഇതിൽ പെട്ടുപോയ നേതാക്കളും ഉണ്ടാകാം. അപ്പോൾ കേവലം ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അടൂർ പ്രകാശാണ് ഇയാളെ ശബരിമലയിൽ കയറ്റിയത് എന്നുള്ള നറേറ്റീവ്, അത് മാത്രമാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. അല്ല, അവിടെ മറ്റൊരു വിഷയമുണ്ട്. എന്തിനാണ് LDFന്റെ നേതാവാണ് ബിനോയ് വിശ്വം, പക്ഷെ CPI എന്തിനാണ് ഈ വള്ളി ഏറ്റെടുക്കുന്നത് എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPIഎമ്മിൽ നിന്ന് ഗോവിന്ദ മാസ്റ്ററോ പിണറായി വിജയനോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എനിക്കൊന്ന് രണ്ടുപേർക്കും വാ തുറക്കാൻ പറ്റത്തില്ല. CPIഎമ്മാർക്ക് ആർക്കും വാ തുറക്കാൻ കഴിയില്ല. പത്മകുമാറും വാസുവും ഒക്കെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലും ദേവസ്വം ബോർഡ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലും ഇവർക്ക് ആർക്കും വാ തുറക്കാൻ കഴിയില്ല.